Next class of drugs, it is called anti-anxiety drugs or anxiolytic drugs. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആൻറ്റിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ആങ്സൈറ്റീനെ റിലീവ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിനെയാണ് നമ്മൾ ആൻറ്റി ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആങ്സൈറ്റി എന്നുള്ളത് നമുക്കറിയാം. ഇറ്റ്സ് എ സെൻസ് ഓഫ് ഇറിറ്റേഷൻ ഓർ അപ്രിയൻഷൻ. ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു അപ്രിയൻസീവ് ഫീലിംഗ് ആണ് ആങ്സൈറ്റിയിൽ ഉള്ളത്. ഡ്യൂ ടു സം ആൻറ്റിസിപ്പേറ്റഡ് ഓർ റിയൽ ഡേഞ്ചർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മെയിൻലി ആൻറ്റിസിപ്പേറ്റഡ് ഡേഞ്ചറാണ്, അതായത് അവർ ഫ്യൂച്ചറിൽ വരാനുള്ള ഒരു കാര്യത്തെ ഓർത്ത് ഉള്ള ഒരു സെൻസ് ഓഫ് ഇറിറ്റേഷനാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആങ്സൈറ്റിയുടെ കോസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബയോളജിക്കൽ, സൈക്കോ സോഷ്യൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ കോസസിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഒരു ഏറ്റക്കുറച്ചിൽ, അതിൽ മെയിൻലി ഗാമ അമൈനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കുറഞ്ഞത് മൂലം ആങ്സൈറ്റി ഇലവേറ്റഡായി കാണപ്പെട്ടു. കാരണം ഗാബ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ മെയിൻലി ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു റിലാക്സിങ് ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ ഗാബയുടെ അളവ് നോർമലായിട്ട് നമ്മുടെ ബ്രെയിൻ നെർവ് സെൽസിലെല്ലാം അപ്രോപ്രിയേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ആവുകയാണെങ്കിൽ ദ പേഴ്സൺ വോണ്ട് ഫീൽ എനി ആങ്സൈറ്റി. അത് കുറഞ്ഞു കഴിയുമ്പോൾ അനാവശ്യമായിട്ടുള്ള ആങ്സൈറ്റി, ഫോബിയ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിംറ്റംസ് അവിടെ വരികയാണ്. അപ്പോൾ ഗാബ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ എലിവേറ്റ് ചെയ്യുക എന്നുള്ള ധർമ്മം തന്നെയാണ് ആങ്സിയോലൈറ്റിക് മെഡിക്കേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ മൈനർ ട്രാങ്കുലൈസേഴ്സ് എന്നുള്ള ഒരു പേരിലും അറിയപ്പെടാറുണ്ട്. ദ ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് ബാർബിറ്ററേറ്റ്സ്, നോൺ ബാർബിറ്ററേറ്റ്സ് ആൻഡ് ബെൻസോഡയസിപ്പൈൻസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോമൺലി യൂസ്ഡും ബെൻസോഡയസിപ്പൈൻസ് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സാണ്. ബാർബിറ്ററേറ്റ്സിൻ്റെ എക്സാമ്പിളായിട്ട് ഫിനോബാർബിറ്റോൾ, പെൻഡാബാർബിറ്റോൾ, തയോപെൻറ്റീൻ, ഇതെല്ലാം എൻ്റെ എക്സാമ്പിളാണ്. നോൺ ബാർബിറ്ററേറ്റിൽ എത്തനോൾ, മെത്തക്യുലോൺ, ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ബെൻസോഡയസിപ്പൈൻസ് മോസ്റ്റ്ലി ഫസ്റ്റ് ചോയ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇൻ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആണ്. ആൻഡ് ഓൾസോ ഫോർ ഇൻസോംനിയ, ഉറക്കക്കുറവിനെല്ലാം ഫസ്റ്റ് ചോയ്സ് ഓഫ് ഡ്രഗ് ബെൻസോഡയസിപ്പൈൻസ് തന്നെയാണ്. അതിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്: വെരി ഷോർട്ട് ആക്ടിങ് ആൻഡ് ലോങ് ആക്ടിങ്. വെരി ഷോർട്ട് ആക്ടിങ് ഇൻക്ലൂഡ്സ് ട്രൈസോലാം ആൻഡ് മിഡാസോലാം. ഷോർട്ട് ആക്ടിങ് ഇൻക്ലൂഡ് ലോറാസിപ്പാം, അൽപ്രാസോലാം, മെയിനായിട്ട് ഉള്ള മരുന്നുകൾ അതാണ്. ഓക്സാസിപ്പാമും ഉണ്ട്. ലോങ് ആക്ടിങ് ആങ്സിയോലൈറ്റിക് ഇൻക്ലൂഡ്സ് ഡയസിപ്പാം, ക്ലോർഡയസിപ്പോക്സൈഡ്, ക്ലോണാസിപ്പാം, നൈട്രാസിപ്പാം. അപ്പോൾ അതൊക്കെ കോമൺ ആയിട്ട് തന്നെ ഒരു സൈക്യാട്രിക് സെറ്റിങ്ങിൽ കൊടുക്കുന്ന മെഡിസിൻ തന്നെയാണ് ഇതെല്ലാം. അതിൻ്റെ മേജർ ഇൻഡിക്കേഷൻസ് നമുക്ക് പറയാം: ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഇൻസോംനിയ, ഡിപ്രഷൻ, പാനിക് ആൻഡ് സോഷ്യൽ ഫോബിയ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ്, PTSD, and supportive therapy in bipolar I disorders and other psychiatric disorders that includes alcoholic withdrawal, substance-induced psychotic agitation. അപ്പോൾ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ഇൻടോക്സിക്കേഷനൊക്കെ വരുമ്പോൾ തന്നെ നമ്മളതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഡീടോക്സിഫിക്കേഷൻ എന്നുള്ള രീതിയിലും ഈ ബെൻസോഡയസിപ്പൈൻ കാറ്റഗറിയിലുള്ള മെഡിസിൻസാണ് യൂസ് ചെയ്യാറുള്ളത്. മെക്കാനിസം ഓഫ് ആക്ഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. എലിവേറ്റിംഗ് ദി ലെവൽ ഓഫ് ഗാബ തന്നെയാണ്. ഗാബ ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ദാറ്റ് ഗീവ്സ് എ കാമിംഗ് എഫക്റ്റ് ഇൻ ദി സെൻട്രൽ നെർവസ് സിസ്റ്റം, thereby reducing the anxiety. So anti-anxiety drugs are used to increase the level of GABA. Okay. The major side effects of anti-anxiety drugs includes nausea, vomiting, weakness, vertigo, body ache, diarrhea, impotence, sedation. The sedation is one of the most important side effect of this ആങ്സിയോലൈറ്റിക് ഡ്രഗ്സ്. അതായത് ആങ്സിയോലൈറ്റിക് ഡ്രഗ്സ് കഴിക്കുകയാണെങ്കിൽ സെഡേഷൻ, ഉറക്കം വരിക, പെട്ടെന്ന് തന്നെ ഒരു ഡ്രൗസി ഫീലിംഗ്, അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക ഒരു 10 hours ഒക്കെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയേക്കാം. ഓക്കെ. ഇൻക്രീസ്ഡ് റിയാക്ഷൻ ടൈം, അതായത് ഒരു സ്ലോനെസ് ഓഫ് അലേർട്ട്നെസ് ആണ് അവിടെയുള്ളത്. ഡ്രൈ മൗത്ത്, ഡിപ്പെൻഡൻസ് ആൻഡ് വിഡ്രോവൽ സിംറ്റംസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ സെഡേറ്റീവ്സ് എന്ന് പറഞ്ഞ ഈ കാറ്റഗറി, അതായത് നമ്മുടെ ആങ്സിയോലൈറ്റിക് ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്തു കുറേ നാൾ ലോങ് ടൈമിലേക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് എ
അഡിക്ഷൻ, ഇറ്റ് ഈസ് ഹാവിങ് ആൻ അഡിക്ഷൻ പ്രോപ്പർട്ടി. അതായത് അഡിക്ഷൻ വരികയും അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസ് വരികയും അതില്ലാതെ നമുക്ക് ഇരിക്കുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് വരികയും പൊതുവെ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട്, അതായത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ആ മെഡിസിൻസ് ഉപയോഗിക്കാമുള്ളൂ. അളവിൽ കൂടുതലോ ഡ്യൂറേഷനിൽ കൂടുതലോ ഒന്നും ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യരുത്. ഓക്കെ, nurses responsibility in administration of benzodiazepines mainly along with food ആണ് in order to reduce the gastric irritation. Advise the patient to take മെഡിക്കേഷൻ എക്സാക്ട്ലി ആസ് ഡയറക്റ്റഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെ ഇങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ മാത്രം. അതായത് ഒരു ഗുളിക എന്ന് പറഞ്ഞാൽ ഒരു ഗുളിക, ഇത്ര mg എന്ന് പറഞ്ഞാൽ ഇത്ര mg, ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ അത്രയും ദിവസം മാത്രം. പിന്നെ കുറച്ച് നാൾ കഴിക്കുകയാണെങ്കിൽ സഡൻലി സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യരുത്. സഡൻലി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകും. അപ്പോൾ സ്ലോലി ടാപ്പർ ചെയ്ത്, ഇപ്പോൾ ഡോക്ടേഴ്സ് അതനുസരിച്ചാണ് പ്രിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുകയുള്ളൂ. ഓക്കെ, അതർവൈസ് വിഡ്രോവൽ സിംറ്റംസ് മേ ഇൻക്ലൂഡ് insomnia, irritability, and sometimes it will also result in seizures. Okay, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അലേർട്ട്നെസ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡ്രൈവിങ്, റിസ്കി ആക്ടിവിറ്റീസ് എല്ലാം ഒഴിവാക്കണം. ബിക്കോസ് നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ, അറ്റൻഷൻ സ്പാൻ, ജഡ്ജ്മെൻറ്റ് ഇതെല്ലാം തകരാറാകും. വി വിൽ ഫീൽ എ ഡ്രൗസി ഫീലിംഗ്, ഒരു ഉറക്കം വരിക, എപ്പോൾ വേണമെങ്കിലും നമ്മൾ മയങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർ പൊതുവെ ഇങ്ങനെയുള്ള റിസ്കി ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യുക, അവരെ അങ്ങനെയുള്ള നിർദ്ദേശം കൊടുക്കുക. എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ്, ദ പേഷ്യൻറ്റ് ഹു ഈസ് അണ്ടർ ആങ്സിയോലൈറ്റിക് ഡ്രഗ്സ് ആർ ടോൾഡ് ടു അവോയ്ഡ് ഡ്രൈവിംഗ്, ഗീവ് റീസൺ, ബിക്കോസ് this is having a sedative property and the patient may sleep while driving and it will result in accident or some other mishappings. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് we must instruct the patient not to do this type of driving or any other risky activities or activities that needs alertness. This type of activities must be avoided എന്ന് ഇൻസ്ട്രക്ട് ചെയ്യുക. പിന്നെ ഇതോടൊപ്പം വേറെ ആൽക്കഹോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഒന്നും യൂസ് ചെയ്യരുത്. അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള അഡ്വേഴ്സ് എഫക്റ്റ് വരുന്നതാണ്. അപ്പോൾ ദീസ് ആർ ദി മേജർ പോയിന്റ്സ് ടു റിമെമ്പർ ഇൻ ആങ്സിയോലൈറ്റിക് ഓർ ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സ്. ഓക്കെ.